ഇൻഡിഗോ പ്ലെയിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച EP ജയരാജൻ്റെ എതിരായ കേസ് നിലനിൽക്കും. ഇപ്പോൾ വരുന്ന വാർത്തകൾ എങ്ങനെയാണ്? 2022 ജൂലൈ 18 EP ജയരാജൻ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ ഇൻഡിഗോ പ്ലെയിനകത്ത് വെച്ച് മർദ്ദിച്ചത്. ആ പ്ലെയിനകത്ത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. LDF കൺവീനറായ EP ജയരാജനും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിൽ 2 യൂത്ത് കോൺഗ്രസ്സുകാരും വേറെ ചില യൂത്ത് കോൺഗ്രസ്സുകാരും ഉണ്ടാകാം. അവരും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്കെതിരായി ആ 2 യൂത്ത് കോൺഗ്രസ്സുകാരും മുദ്രാവാക്യം വിളിച്ചു. ഇത് കണ്ട് EP ജയരാജൻ അവരെ അടിച്ച് താഴെയിട്ട ഒരു സംഭവം CCTV ദൃശ്യത്തിൽ കൂടെ നമ്മളൊക്കെ കണ്ടു. ഒരു ഫ്ലൈറ്റിൽ ഒരു സംഭവം എന്തുണ്ടായാലും അതിൻ്റെ ആൾക്കാർക്ക് അതിനകത്ത് നടപടി എടുക്കാൻ കഴിയില്ല. അത് പൈലറ്റാണ് എടുക്കേണ്ടത്. പൈലറ്റിൻ്റെ കൺട്രോളിലാണ് ആ ഫ്ലൈറ്റ്. യാത്രക്കാർക്ക് അവിടെ ഒരു നടപടിയുമില്ല. എന്താണ് യുക്തമായ കാര്യങ്ങളെന്ന് പൈലറ്റ് ചെയ്തോളും. അതിൻ്റെ ഇടയ്ക്ക് EP ജയരാജനെ പോലെ ആൾ അതിനകത്ത് മുദ്രാവാക്യം വിളിച്ചവരെ കൈകാര്യം ചെയ്ത് അത് നമ്മൾ ഈ ലോക്കൽ അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ചുണ്ടായ സംഭവം ആണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അല്ലെങ്കിൽ കേരളത്തിൽ വെച്ചുണ്ടായ ധാരണത്തിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ ഒരു ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മാസ്റ്റർ കൺട്രോളർ ആ പൈലറ്റ് തന്നെയും അയാൾ പറയാതെ അതിനകത്ത് ആർക്കും അനങ്ങാൻ കഴിയില്ല. അദ്ദേഹം പറയാതെ ഒരു നടപടി എടുക്കാൻ കഴിയില്ല. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ പോലീസിന് നടപടി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഫ്ലൈറ്റിനകത്ത് മുഖ്യമന്ത്രിക്കെതിരെ 2 പേരും മുദ്രാവാക്യം വിളിച്ചു. അവിടെ വയലൻസ് ഒന്നും ഉണ്ടായില്ല. ഇത് കണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ EP ജയരാജൻ അവരെ 2 പേരെ അടിച്ച് താഴെയിട്ടു. ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഏതായാലും അവർ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവർ ഫ്ലൈറ്റിൻ്റെ ചോട്ടിൽ അവർ 2 പേരും തറയിലിരിക്കുന്ന കണ്ടു. അവരെ ആരൊക്കെയോ മർദ്ദിച്ചിരിക്കുന്നു. പിന്നീട് ഇതിനെ സംബന്ധിച്ച് ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാർ കേസ് കൊടുത്തു തിരുവനന്തപുരത്ത്. ആ കേസ് അതിനകത്ത് പോലീസിൻ്റെ അന്വേഷണം അത് മികവുറ്റതായിരുന്നില്ല. അതിനകത്തും കള്ളത്തരം കാണിച്ചു. EP ജയരാജൻ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ ഫ്ലൈറ്റിനകത്ത് വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉത്തരവിച്ചതിന് കേസ് വേണം. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞ് അത് റെഫർ ചെയ്തു. ആ റെഫർ ഉത്തരവ് കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആ ദൃശ്യങ്ങളും പോലീസിൻ്റെ നടപടിയും അതേപടി അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് മടക്കി സത്യസന്ധമായ ഒരു റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചില്ല. അപ്പോൾ ആ ഫൈനൽ റിപ്പോർട്ട് അതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞ് പോലീസ് എഴുതി വച്ചത് കോടതി മടക്കിയിരിക്കുന്നതാണ് ഇപ്പം വരുന്നത്. EP ജയരാജന് ആ സംഭവത്തിന് ശേഷം ഇൻഡിഗോയായിട്ട് വലിയ ഉടക്കുണ്ടാക്കി. ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഇനി ഞാൻ യാത്ര ചെയ്യുന്നില്ല. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്നത് ഞാനും എൻ്റെ കുടുംബവും ആ ഫ്ലൈറ്റ് ഇനി ഉപേക്ഷിക്കുന്നു. ഞങ്ങളിനി വരുന്നില്ല, അതിൽ യാത്ര ചെയ്യുന്നില്ല. അതിനകത്തൊരു സംഭവം ഉണ്ടായപ്പം അതിനെ പ്രതികരിച്ച് അവരെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയെ അടിക്കാൻ വന്നവരെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തൻ്റെ പ്രവൃത്തി മൂലം സാധിച്ചു എന്നാണ് EP ജയരാജൻ പറയുന്നത്. അതുകൊണ്ട് ഇൻഡിഗോ കമ്പനി തനിക്ക് റിവാർഡ് തരേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിലുള്ള ചില സംസാരങ്ങളും പ്രവർത്തികളൊക്കെ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ധാരാളം പേര് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് CPM-കാർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അതിനകത്ത് ആ LDF കൺവീനർക്ക് ഒരു ഫ്ലൈറ്റിനകത്ത് കയറിയ എന്താണ് റോള്, എന്താണ് അദ്ദേഹത്തിന് നിയമപരമായ ഒരു പ്രത്യേകത? അയാളൊരു സാധാരണക്കാരൻ യാത്രക്കാരൻ മാത്രം. അതിനകത്തെ കൺട്രോളർ തീർച്ചയായിട്ടും പൈലറ്റ് തന്നെ. അവിടെ മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിക്കും യാതൊരു അവകാശമോ അധികാരമോ അവിടെ നിയമപരമായ ഒരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്യാനും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഗൺമാൻ കൂടെ ഉണ്ടാവും. അദ്ദേഹം സംരക്ഷിച്ചോളും. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മുദ്രാവാക്യം വിളിച്ചെന്ന് മാത്രമല്ലാതെ വേറൊരു വയലൻ്റായ നീക്കങ്ങളൊന്നും അവിടെ നടന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഇൻ്റർഫിയറിൻ്റെ ഒരു ആവശ്യം ഈ LDF കൺവീനർക്കില്ല. അത് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ജീവനോ ശരീരത്തിനോ ത്രെട്ടില്ല. പിന്നെ അദ്ദേഹം എന്തിനാണ് ആളാകാൻ വേണ്ടിയിട്ട് തന്നെ അത് കണ്ടത്. ആ രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ രാഷ്ട്രീയപരമായ പ്രകടനമാണ്. അത് ഫ്ലൈറ്റിനകത്ത് വില പോകില്ല. അതുകൊണ്ട് ആ കേസ് മുന്നോട്ട് പോകും. LDF കൺവീനർക്കെതിരായ കേസ് നടപടികളായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് അദ്ദേഹം കോടതി പോകേണ്ടി വരും. അദ്ദേഹത്തിനെതിരായ കുറ്റച്ചാർജ് വരും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കോടതി പോയി ജാമ്യത്തിൽ ഇറങ്ങേണ്ടിയും വരും.